അത് പുതിയ നിയമം വന്നതിന് ശേഷം ഇന്ന് പുലർച്ചെ പെട്രോളിംഗ് അറിയാൻ ഞങ്ങളുടെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ രാത്രി 12 മണിക്ക് തന്നെ ഒരാൾ, ഒരു മുഹമ്മദ് ഷാഫി പറഞ്ഞുള്ള ഒരാൾ പിന്നെ റാഷ് ആൻഡ് നെഗ്ലിജൻ്റായിട്ട് റൈഡ് ചെയ്തിട്ട്, മനുഷ്യജീവന അപകടം വരത്തക്ക രീതിയിൽ റൈഡ് ചെയ്തിട്ട് കൊളത്തൂർ ഭാഗത്ത് വെച്ച് കാണപ്പെട്ടിട്ട് അയാളെ പിന്നെ എടുത്ത് കൊണ്ടുവന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ക്രൈം 936/2024 സെക്ഷൻ 281 പ്രകാരം, സെക്ഷൻ 281 BNS പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ഒപ്പം 194D MB ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ദ ഫസ്റ്റ് കേസ് ഇൻ ദ സ്റ്റേറ്റ്. അതെ. അപ്പോൾ പുതിയ നിയമപ്രകാരം കുറച്ച് അതിലെ കുറേ വലിയ വ്യത്യാസം പറഞ്ഞാൽ ചെറിയ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്രാവശ്യം ഇപ്പോഴുള്ള ഇതിൽ പ്രധാനമായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഈ കമ്മ്യൂണിറ്റി സർവീസിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിൽ പുതിയ നിയമത്തിൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ 3 വർഷം തൊട്ട് 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളിൽ പിന്നെ പ്രിലിമിനറി എൻക്വയറി നടത്താം, DYSP തരത്തിലുള്ള ഉദ്യോഗസ്ഥനെ തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വിവാഹ വാഗ്ദാനമൊക്കെ നൽകിയിട്ട് മ്യൂച്വൽ കൺസെൻറ്റോടുകൂടി പിന്നെ ബന്ധത്തിലേർപ്പെടുന്നവർ പിന്നീട് ഒരു പുറകിലേക്ക് മാറുകയാണെങ്കിൽ അതിൽ പിന്നെ ഒരു പ്രത്യേക സെക്ഷൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് പുതിയ കാര്യങ്ങൾ ഉള്ള കാര്യങ്ങളുള്ള കൂടിയാണ്. അപ്പോൾ ഒരു തെഫ്റ്റൊക്കെ നടത്തിയിട്ട് അത് 5000 രൂപ വരെയുള്ള മുതലിൻ്റെ ഇതാണെങ്കിൽ അതിൽ പിന്നെ മുതൽ റിക്കവറി നടത്താൻ പറ്റുന്ന സാഹചര്യമൊക്കെ ആണെങ്കിൽ അത് പിന്നെ ട്രിവിയലാണെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസൊക്കെ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള എക്സാക്ട്ലി. അപ്പോൾ പിന്നെ അത് ഇതിലുൾപ്പെട്ട ഉദ്യോഗസ്ഥർ SI ബാബുരാജ് നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരായിരുന്നു. ഒരു ബാബുരാജ് SI, പിന്നെ അബ്ദുല്ല ബാബു CPO, പിന്നെ അതുപോലെ തന്നെ ഒരു ബാബുരാജ് CPO തുടങ്ങിയവരാണത് അവർ ഡിറ്റക്ട് ചെയ്തത്. പിന്നെ അവിടെ പോലീസ് സ്റ്റേഷൻ ആ സമയത്ത് ഒരു അജിത് കുമാർ, JD ചാർജ് അജിത് കുമാർ കൂടിയായിരുന്നു. അവരെല്ലാം കൂടി ചേർന്നാണ് FIR. അല്ല, ദിസ് ഈസ് ദ ഫസ്റ്റ് കേസ്. 936/2024.